ഹായ് ഫിലിമൻസ്. ബാലൻ ദ ബോയ്, മഞ്ഞുമൽ ബോയ്സ് എന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ ദ ബോയ് ഇപ്പോൾ ZEE5 അവൈലബിൾ ആണ്. ZEE5 ഇപ്പോൾ വേൾഡ് കപ്പായിട്ട് മിക്കവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. OTT ഇറങ്ങിയിട്ടുണ്ട്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്ലാസിക് ത്രില്ലർ അങ്ങനെ പറയാം. ഒരു അമ്മയും ഒരു കൗമാരക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെയും അവരുടെ ജീവിതത്തിലൂടെയാണ് ഈ കഥ പറയുന്നത്. ട്രെയിലറിലായാലും സോങ്സിലായാലും എല്ലാം നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ബാലൻ ദ ബോയ് ഇപ്പോൾ തിയേറ്ററിക്കലി മിസ്സായവർക്ക് OTT കാണാം. നല്ലൊരു പടമാണ്. എന്താ പറയുക, ഒരു ക്ലാസിക് ഒരു ചിദംബരത്തെ പോലെ ഒരു കമേഴ്ഷ്യലി ഹിറ്റായ ഒരു ഡയറക്ടർ ഒരു ക്ലാസിക് ഫിലിം എടുക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പാഷനെയാണ് സൂചിപ്പിക്കുന്നത്. നല്ലൊരു ക്ലാസിക് പടം മലയാളത്തിൽ നമുക്ക് പുറത്തൊരാൾക്ക് കാണിച്ചു കൊടുക്കാം. ഒരു മലയാള പടം എന്ന രീതിയിലും കാണിച്ചു കൊടുക്കാം. ഇതിൻ്റെ ക്ലൈമാക്സിലെ ട്വിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ഇഷ്ടമാവും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആ ഒരു കുട്ടിയെ രണ്ട് കാലഘട്ടത്തിലും അഭിനയിച്ച രണ്ട് ബാലതാരങ്ങളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി മദറിൻ്റെ ക്യാരക്ടർ ചെയ്ത ആ ഒരു ആക്ട്രസിൻ്റെ പേര് വരുന്നത് ഫർസാന പാലത്തിങ്കൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ബാലൻ ദ ബോയ്. അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു അഭിനയമാണ് ടൊവിനോ തോമസ്. എന്താ പറയുക, മച്ചാൻ ഈയിടെയായിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പള്ളിച്ചട്ടമ്പി അത് ഒരു പടം ഒരു ആവറേജ് ആണെങ്കിലും അതിൽ നല്ല ആക്ടിങ് ആണ്. പിന്നെ അതിന് മുന്നേ അതിരടിയിലേക്ക് അങ്ങനത്തെ ഒക്കെ വെറൈറ്റി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗംഭീര അഭിനയം. എന്താ പറയുക, എല്ലാ ഒരു സ്റ്റാറുകളും ഒരു മാതൃകയാക്കേണ്ട യുവതാരങ്ങൾ മാതൃകയാക്കേണ്ട ഒരു ട്രാക്കിലൂടെയാണ് ഇപ്പോൾ ടൊവിനോ തോമസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പടത്തിൽ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു പുള്ളിയുടെ. നല്ലൊരു പെർഫോമൻസ്. ആ ഒരു ക്യാരക്ടർ ക്ലൈമാക്സിലൊക്കെ നമുക്ക് പുള്ളിനോട് ഒരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. എനിക്ക് കണ്ടപ്പോൾ തോന്നി. നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു മേക്ക് ഓവറൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ കണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഇത് എല്ലാവർക്കും അങ്ങനെ ഒരു ഇഷ്ടമാണെന്നില്ല പറയാം. ആ ഒരു ടേസ്റ്റോട് കൂടി കാണുമ്പോൾ ഇത് ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. കാണാത്തവർ കാണുക, കണ്ടവർ ഒരു ജസ്റ്റ് ഒരു അഭിപ്രായമായിട്ട് കണക്കൂട്ടും. ഓക്കെ, ബൈ.